ഇപ്പറയുന്ന വലിയ വലിയ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ ഇവർ കാണാതെ കേൾക്കാതെ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഒതുക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്ന മറ്റൊരു വലിയ വിഷയം, തലസ്ഥാനത്ത് ആദ്യമായി കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ നഗരസഭയ്ക്കകത്തുള്ള പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിൻ്റെ തലേ ദിവസം പറയുന്നു അന്ന് വൈകുന്നേരം പമ്പിംഗ് പുനരാരംഭിക്കും, കുടിവെള്ളം കിട്ടുമെന്ന്. ഇന്ന് തലസ്ഥാനവാസികൾ, എൻ്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ അടക്കം ട്രോളുകയാണ് കുളിച്ചോ നനച്ചോ എന്ന് ചോദിച്ചിട്ട്. ട്രോളുമ്പോൾ തമാശയെന്ന് തോന്നാമെങ്കിലും നമ്മുടെ സഹപ്രവർത്തകർ വസ്ത്രമെടുത്ത് മറ്റു വീടുകളിലേക്ക് പോവുകയാണ്, നഗരപരിധി വിട്ടിട്ട് അലക്കാനും കുളിക്കാനും. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയതിൽ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും വീഴ്ച പറ്റിയെന്ന വാദവുമായാണ് നഗരസഭ. വിഷയം ടെക്നിക്കൽ മെമ്പർ അന്വേഷിച്ച് 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. അതേസമയം 6 ദിവസത്തെ ദുരിതങ്ങൾക്കൊടുവിൽ തലസ്ഥാനത്ത് ജലവിതരണം പുനഃസ്ഥാപിച്ചു. വലിയ ഉപകാരം. ടിൻഡുദാസ് ചേരുന്നുണ്ട് തത്സമയം. ടെക്നിക്കൽ മെമ്പറോട് റിപ്പോർട്ട് കൊടുക്കുക 2 ദിവസത്തിനും. ഇവിടെ കുടിവെള്ളമില്ലാതെ 4 ദിവസം കഴിഞ്ഞപ്പോൾ. 2, നഗരസഭയ്ക്ക് വലിയ ചരിത്രമുണ്ട്. പഴയൊരു മേയറുടെ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. നഗരത്തിൽ മാലിന്യം കുമ്പാരം കൂടി നായ അടക്കം കയറി ഇറങ്ങി അസുഖം പെരുകിയപ്പോൾ പോയി MP-യോട് പറയാമെന്ന്, പോയി തരൂരിനോട് പറയാമെന്ന് പറഞ്ഞൊരു മേയറുള്ള നഗരത്തിൽ ഇതും അതിനപ്പുറവും പ്രതീക്ഷിക്കാം. കേരളത്തിന്റെ തലസ്ഥാനത്തെ നഗരസഭയിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. ടിൻഡു, എന്താണ് അവസ്ഥ? പഴിചാരലിൽ വരെ എത്തി നിൽക്കുന്നു കരാറുകാരെ, ഉദ്യോഗസ്ഥരെ. പിന്നെന്തിനാണ് സർക്കാർ, പിന്നെന്തിനാണ് മന്ത്രി, പിന്നെന്തിനാണ് നഗരസഭ, പിന്നെന്തിനാണ് ഈ ഷോ കാണിക്കുന്ന മേയർ? തീർച്ചയായിട്ടും 6 ദിവസങ്ങൾക്ക് ശേഷം തലസ്ഥാനത്തെ നഗരത്തിൽ നിന്ന് നഗരസഭയ്ക്ക് കീഴിലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ ജലവിതരണം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വിചിത്ര വാദമെന്ന് പറയുന്നത് 4 ദിവസം ഇത്തരത്തിൽ ജലവിതരണം മുടങ്ങിയത് ഈ കരാറുകാരുടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണമാണെന്നാണ് ഇത്തരത്തിലൊരു വാദവുമായിട്ട് നഗരസഭ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ വിഷയം ടെക്നിക്കൽ മെമ്പർ അന്വേഷിക്കും. 2 ദിവസത്തിനകം സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ജലവിതരണം തടസ്സപ്പെട്ട് 4-ാം ദിവസമാണ് ഇത് മാധ്യമ ശ്രദ്ധ നേടുന്നത്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അന്ന് ആ ഒരു ദിവസം മുഴുവനും ഈ പൈപ്പ് ലൈനിന്റെ പണികൾ നടക്കുന്ന സ്ഥലത്ത് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ നഗരസഭ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ ആ പ്രദേശത്ത് വന്നിരുന്നു. അന്ന് അവർ പറഞ്ഞ വാദമെന്ന് പറയുന്നത് റെയിൽവേയുടെ പണി നടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അലൈൻമെന്റിന് മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു. ഈ അലൈൻമെന്റിന് മാറ്റം വരുത്തിയതാണ് ഇത്തരത്തിലുള്ള ഈ ജലവിതരണം തടസ്സപ്പെടാൻ കാരണമെന്ന് മാധ്യമങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ പ്രതികരണം കൊടുത്തതാണ്. അതിനുശേഷം ഈ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു. പൈപ്പുകൾ മാറ്റിയിടുന്നു, പൈപ്പ് കൊണ്ടുവരുന്നു, പിന്നെയും മാറ്റിയിടുന്നു. അർദ്ധരാത്രിയോടുകൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പിറ്റേ ദിവസം വെള്ളം വരുമെന്ന് പറയുന്നു. പക്ഷേ തലസ്ഥാനത്ത് വെള്ളമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുക്കേണ്ടി വരുന്നു. എന്നിട്ടും അതിലൊരു വിചിത്ര വാദം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും പറ്റിയ വീഴ്ചയെന്നാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 5-6 തീയതികളിലാണ് ഇത്തരത്തിൽ റെയിൽവേയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ നാഗർകോവിൽ വരെയുള്ള റെയിൽവേ പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയത്. ഈ സമയത്ത് തന്നെ അലൈൻമെന്റിന്റെ മാറ്റമുണ്ടെങ്കിൽ, അതായത് ഒരു പൈപ്പ് നേരെ ഇരിക്കുന്ന പൈപ്പ് കട്ട് ചെയ്ത് L മോഡലിൽ കണക്ട് ചെയ്യുക, അത് മാത്രമായിരുന്നു ഈ നഗരസഭയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന പണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ കരാറുകാർക്ക് നൽകിയിരുന്ന പണി എന്ന് പറയുന്നത്. പക്ഷേ ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടും ഈ വിഷയത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യക്ഷമാണ്. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് നഗരസഭയുടെ കീഴിലുള്ള വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. കാരണം അരുവിക്കരയിൽ നിന്നും ഈ തിരുവനന്തപുരം നഗരത്തിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു പൈപ്പ് ലൈനിന് ചോർച്ച ഉണ്ടായിരുന്നു. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നും കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് ഭാഗികമായിട്ടൊക്കെ വെള്ളമില്ലായിരുന്നു. ഓരോ ദിവസവും അറ്റകുറ്റപ്പണികൾ എന്ന പേരിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ 4-5 പ്രദേശങ്ങളിൽ വെള്ളം കിട്ടില്ല എന്ന് പറയും. പക്ഷെ അതൊരു 10-12 പ്രദേശങ്ങളിൽ ഒരു കാരണത്താലും വെള്ളം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ആ അറ്റകുറ്റപ്പണികൾ വൈകിയിരുന്നു. ആ അറ്റകുറ്റപ്പണികളിൽ നഗരസഭ ഇടപെട്ടിരുന്നില്ല, അത് വൈകിയിരുന്നു. അത് മൂലവും പിന്നീട് വന്ന ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് കാരണം, ഈ 2 കാരണവുമാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പൈപ്പ് ലൈനിന്റെ അല്ലെങ്കിൽ ഈ ജലവിതരണം മുടങ്ങാനായിട്ടുള്ള കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ തലസ്ഥാനത്തെ ഇത്തരത്തിൽ ജലവിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി ഒരു അടിയന്തര യോഗം വിളിക്കുന്ന സമയത്താണ് നഗരസഭാ മേയർ ഇത്തരത്തിൽ വിഷയം
ഗുരുതരമാണ് എന്നൊരു കാര്യം അറിയുന്നത്. കാരണം അതുവരെ ഇത്തരത്തിൽ ഈ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങിയിട്ട് നഗരസഭാ മേയർ അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരു യോഗം വിളിക്കുന്ന സമയത്താണ് ഈ വിഷയം ഇത്രയും ഗുരുതരമായിട്ട് എടുക്കുന്നതും അതിനുശേഷം ഈ മേയർ നേരിട്ട് ഇവിടെ എത്തുന്നതൊക്കെ. എന്നിട്ട് പറയുന്നൊരു വാദമാണ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഈ കരാറുകാർക്കും ഉണ്ടായ വീഴ്ചയാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്ന്. നമുക്കറിയാം, വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ PWD റോഡിടും വാട്ടർ അതോറിറ്റി കുത്തിക്കൊഴിക്കും. ഇത് വർഷങ്ങളായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വെള്ളം മുടങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നും കണക്കിലാക്കാതെ ഈ 4 ദിവസത്തെ ഈ കുടിവെള്ളം മുടങ്ങിയ സംഭവം ഒരുപക്ഷെ അത് വലിയ വിഷയമാണ്. കാരണം നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട നഗരമാണ് തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാർ പുറത്തു നിന്ന് വന്ന് താമസിക്കുന്നുണ്ട്. ബോർവെല്ലോ കിണറോ അങ്ങനെയൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംവിധാനമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് ആൾക്കാർ കുടിവെള്ളമില്ലാത്തതിന്റെ പേരിൽ ബന്ധുവീടുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലൊക്കെ മാറി താമസിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അത്രയും ഗുരുതരമായിട്ട് പോലും ഇത് കരാറുകാരുടെ ഉദ്യോഗസ്ഥരുടെ തലയിൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള തീരുമാനത്തിലാണ് നഗരസഭ എത്തിയിട്ടുള്ളത്. എന്തായാലും 2 ദിവസത്തിനകം സംഭവവുമായി ബന്ധപ്പെട്ട ഇതിൽ ടെക്നിക്കൽ മെമ്പർ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ വിചിത്ര കാര്യങ്ങളാണ് വരാനിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. എന്തായാലും ഇന്ന് 6 ദിവസങ്ങൾക്കൊടുകിൽ ഈ കുടിവെള്ളം കിട്ടാനുള്ള അല്ലെങ്കിൽ കുടിവെള്ളം ലഭിച്ചിട്ടുണ്ട്. ഭാഗികമായിട്ടാണെങ്കിൽ ലഭിച്ചിട്ടുണ്ട്. ടാങ്കുകളിൽ കയറാനുള്ള രീതിയിലേക്ക് വെള്ളം കിട്ടിയിട്ടില്ല. കാരണം ഐരാണിമുട്ടത്തൊരു പമ്പുണ്ട്. ഈ ഐരാണിമുട്ടവും അതോടൊപ്പം തന്നെ അരുവിക്കരയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ആദ്യം ജലവിതരണം നടത്തിയത്. പക്ഷെ അവിടുത്തെ പമ്പിനുള്ള പ്രഷർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വീടുകളിലേക്കൊക്കെ ഉള്ള ടാങ്കുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയില്ല. പക്ഷെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ മീറ്ററിനോട് ഘടിപ്പിച്ചിട്ടുള്ള പൈപ്പുകളിൽ ചെറുതായിട്ടെങ്കിലും വെള്ളം വരുന്നത് കൊണ്ട് താൽക്കാലിക ആശ്വാസമുണ്ട്. പക്ഷെ അത് എത്ര നാൾ അത് അങ്ങനെയെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും 6 ദിവസങ്ങൾക്കൊടുവിൽ ഇന്ന് മുതൽ വെള്ളം കിട്ടിയിട്ടുണ്ട് എന്നൊരു ആശ്വാസം മാത്രമാണുള്ളത്. പക്ഷെ ഇതൊരു സ്ഥിരമായിട്ടുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ സ്ഥിരമായി ഇത്തരത്തിൽ വെള്ളം മുടങ്ങാതെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊരു കാര്യത്തിനാണ് ആശങ്ക. സംഭവവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ മെമ്പർ എന്തായാലും റിപ്പോർട്ട് നൽകണം. ഇതിൽ എന്തായാലും നഗരസഭ നൈസിന് മാറി നിൽക്കുന്നുണ്ട്. നഗരസഭയ്ക്ക് വീഴ്ച ഇല്ല എന്നാണ് വാദം. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും തലയിലാണ് ഇപ്പോൾ എല്ലാം കെട്ടിവെച്ചിട്ടുള്ളത്. പ്രദീപ്ല. ശരി ടിൻഡു, എന്തായാലും വെള്ളം തിരിച്ചു വന്നതിന് ശേഷമുള്ള അവസ്ഥ അന്വേഷിക്കും. പക്ഷെ ഒരു തലസ്ഥാനവാസി എന്ന നിലയിൽ എനിക്കൊരു കാര്യം സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാനുണ്ട്. നമ്മുടെ MP അദ്ദേഹം പോസ്റ്റ് ഇട്ടോ എന്നുള്ളതാണ്. സാധാരണ പോസ്റ്റ് ഇട്ടെങ്കിലും ഒരു പിന്തുണ പ്രഖ്യാപിക്കും. ഞാൻ പോസ്റ്റ് ഇട്ടില്ല എന്ന് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ആമേഴിഞ്ചൻ തോട്ടിലെ അപകടം നടന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വാദം അതായിരുന്നല്ലോ. അല്ല, ഞാൻ അവിടെ പോയി ഷോ കാണിക്കണമെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഷോ കാണിക്കാൻ അദ്ദേഹത്തിന് അറിയാം, പിന്നെ വോട്ട് വേണ്ടപ്പോൾ. എന്തായാലും ഒരു കാര്യം, ഈ വെള്ളം കിട്ടി അപ്പോൾ ഇനി പ്രശ്നമില്ലല്ലോ എന്ന് പറയാൻ അനുവദിക്കരുത്. ടിൻഡു അടക്കമുള്ള തിരുവനന്തപുരത്തെ റിപ്പോർട്ടർമാരോട് ഞാൻ പറയുകയാണ്, വെള്ളം കിട്ടിയല്ലോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല. നിങ്ങൾ പറയുന്ന കണക്കിന് നിങ്ങൾ പറയുന്ന വിദ്യ അനുസരിച്ചുള്ള മീറ്റർ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ തരുന്ന ബില്ല് അത് അടച്ചിട്ട് പരാതിയുമായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ പറയുന്നത് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി. ഇന്ന് പരാതിയുമായി വരാത്തവൻ പറയുന്ന പണം അടയ്ക്കാൻ വിധിക്കപ്പെട്ടവൻ സമ്മതിച്ചു, സേവനത്തിന് തരാം സർവീസ് ചാർജ്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ പിന്നാലെ തന്നെ ആവണം ഒരാളെങ്കിലും ഒരു ദിവസം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആ ഫോളോ അപ്പും എത്തിക്കാം. മാത്രമല്ല ടിൻഡു ഇന്നലെ കുറെ പ്രതികരണങ്ങൾ നമുക്ക് എടുത്തു തന്നിരുന്നു. വളരെയധികം ടിൻഡു ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെയധികം വിഷമം വന്നു. അപ്പോൾ നേരിട്ട് കേട്ട ടിൻഡുവിൻ്റെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴും അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ അന്ന്, അതായത് നമ്മൾ ഈ വെള്ളമില്ലാത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ഈ ആറ്റുകാല് അതോടൊപ്പം തന്നെ പുത്തൻകോട്ട ഭാഗങ്ങളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജലവിതരണം നടക്കുന്നു എന്നറിഞ്ഞ് ചെന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ആറ്റുകാല് അമ്മൻ കോവിൽ മുതൽ ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളിൽ അവിടെയൊക്കെ ഈ നഗരസഭയുടെ ഇത്തരത്തിലുള്ള ടാങ്കർ ലോറികൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. കാരണം എത്തിപ്പെടാൻ പറ്റുന്നില്ല, അവരത് എത്തില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ അവിടെ ഈ സേവാഭാരതി ടാങ്കറുകളിൽ എത്തിച്ച് വെള്ളം കൊടുക്കുന്നതാണ് കണ്ടത്. പക്ഷെ നമ്മൾ അതിൽ കണ്ട ഏറ്റവും വിഷമമായ കാര്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ പ്രതികരണം. ആ അമ്മ ഈ ചെറിയ പാത്രങ്ങളിൽ വരെ വെള്ളം നിറച്ചു വെക്കുന്നത്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലായിരുന്നു. കഞ്ഞി മാത്രമാണ് വെച്ച് കുടിച്ചത്. തലേ ദിവസം കഞ്ഞി മാത്രമാണ് വെച്ച് കുടിച്ചത്. കാരണം ആ അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്നും വേറെ എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ആ വെള്ളം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് സേവാഭാരതിയോട് കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ നന്ദി പറയുന്നത്. അതിനുശേഷമാണ് ആ അമ്മ നമുക്ക് ആ പ്രതികരണം തന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, മക്കളെ നാളെയെങ്കിലും വെള്ളം വരും. കാരണം
അത്രയും ബുദ്ധിമുട്ടിയാണ് അവരവിടെ ആ ഒരു 4 ദിവസം കഴിച്ചു കൂട്ടിയതെന്ന് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമ്മൾ അപ്പോൾ അവിടെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ നഗരസഭയിൽ നിന്നും വെള്ളം ലഭിച്ചില്ല, അല്ലെങ്കിൽ നഗരസഭ വെള്ളം പമ്പ് ചെയ്തില്ല എങ്കിൽ സേവാഭാരതി ആ അമ്മയ്ക്ക് വെള്ളം എത്തിക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആറ്റുകാൽ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ അമ്മൻകോവിൽ പുത്തൻകോട്ട ഭാഗത്തേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം ഹൈ പ്രഷറിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ അമ്മയെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് അത് ആശ്വാസമായിരിക്കും. കാരണം ഈ കിടപ്പ് രോഗികൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ, ചെറിയ കുഞ്ഞുങ്ങളുള്ളവർ, അതായത് കൈക്കുഞ്ഞുള്ളവർ, ഇവരൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ചില ആളുകളുടെ അല്ലെങ്കിൽ ചില സംവിധാനങ്ങളുടെയൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ടും അനാസ്ഥക്കുറവ് കൊണ്ടും ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം കുടിവെള്ളം, ശുദ്ധവായു, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ജീവിച്ചിരിക്കാം, പക്ഷേ വെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം കിട്ടിയില്ല എങ്കിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 5 ദിവസത്തോളമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അതായത് ഈ ഒരു വിഷയം ഇവിടെ അവസാനിക്കാതിരിക്കട്ടെ. ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് തലസ്ഥാനവാസികൾ. മേയർ വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചല്ല, മുടമുകൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അതുവഴിയൊക്കെ കറങ്ങിയതിന് ശേഷം നേരെ നഗരസഭയിലേക്ക് എത്തി തിരികെ പോകാതെ മറ്റിടങ്ങളിലേക്ക് കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അനുവിന്റെ റൂട്ടിൽ കൂടിയാണെന്ന് തോന്നുന്നല്ലേ യാത്ര? അനുവിന്റെ വീണയുടെ ഒക്കെ ഞങ്ങളുടെ അയൽവാസിയാണ്.